ലോക ചരിത്രത്തിൽ ഇന്ത്യയിൽ നടന്ന മഹാസംഭവം. ഒരുപക്ഷെ കൂട്ടുകാരെ, നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും ആ മഹാസംഭവം? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1819 ഇന്നത്തെ നമ്മുടെ തെലങ്കാനയിൽ നടന്ന ചെറിയ സംഭവത്തെക്കുറിച്ച് പറയാം. ഒരു വലിയ സർവേ ടീം, ഇവർ ഏതാണ്ട് 150ഓളം പേർ കാണും. അവർ തെലങ്കാനയിലെ കൃഷ്ണ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലുള്ള നല്ല മല എന്ന കൊടുങ്കാട്ടിൽ പെട്ടിരിക്കുകയും സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ എങ്ങും ഇരുട്ട് മൂടിക്കിടന്നു. മൺസൂൺ കാലമാണ്. ആകാശത്തെങ്ങും മഴമേൽ ഉരുണ്ടുകൂടി. ഏത് സമയത്തും മഴ പെയ്യാം. ഈ കൊടുങ്കാട്ടിൽ കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സർവേ ടീമിനകത്ത് അന്ന് തന്നെ അവിടെ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ സാരംഗപള്ളി എന്ന സ്ഥലത്തെത്തുകയും വേണം. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവരുടെ 150 പേരടങ്ങുന്ന സംഘത്തിൽ 4 ആനകളുണ്ട്, 20 കുതിരകളുണ്ട്, കൂടാതെ 40ഓളം ഒട്ടകങ്ങളുമുണ്ട്. സർവേ നടത്തുന്നവരെയും അവരുടെ ഉപകരണങ്ങളെയും ചുമക്കുന്നതിനാണ് ഈ മൃഗങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും സന്നാഹങ്ങളുമായി കൃഷ്ണ നദി ക്രോസ് ചെയ്യുന്ന കാര്യം അത്ര എളുപ്പമല്ല. പക്ഷേ സംഘത്തലവനായ ജോർജ് എവറസ്റ്റ് എന്ന സാഹിബിന് അന്ന് തന്നെ ഏതൊരു വിധേനയും സാരംഗപള്ളിയിൽ എത്തുകയും വേണം. അവസാനം 12 പേരടങ്ങുന്ന സംഘവുമായി അദ്ദേഹം ഒരു ചെറു തോണിയിൽ സാരംഗപള്ളിയിലെത്തി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഇതിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. സംഘത്തിൽ ഒട്ടുമുക്കാലും പേർ മലേറിയ പിടിച്ച് മരിച്ചുപോയി. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഒരു ചെറിയ സംഭവം. എന്നാൽ എന്തായിരിക്കും ആ വലിയ സംഭവം? അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. 1790 കാലഘട്ടം. അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയുടെ ഒട്ടുമുക്കാല പ്രദേശങ്ങളും ഭരിക്കുന്നത്. അവർ ബംഗാൾ പിടിച്ചെടുത്തു, ബോംബെ പിടിച്ചെടുത്തു, മദ്രാസ് പിടിച്ചെടുത്തു. 1799 ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും മൈസൂർ പിടിച്ചെടുത്തോടുകൂടി തെക്ക് മദ്രാസ് മുതൽ മൈസൂർ വരെയുള്ള വിശാലമായ ഒരു ഭാഗം കമ്പനിയുടെ ഭരണത്തിലായി. ഈ സായിപ്പ്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഉടനെ ഒരു സർവേ അങ്ങ് നടത്തും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഭൂവിഭാഗം അവരുടെ കയ്യിൽ ഉണ്ടെന്ന്. അതനുസരിച്ച് ഒരു മാപ്പ് തയ്യാറാക്കും. പിന്നീട് ഇന്ത്യക്കാരൻ്റെ കയ്യിൽ നിന്നും ടാക്സ് പിടിക്കുന്നതിനും രാജ്യത്തിന്റെ അതിർത്തി ശരിയായി നിർണ്ണയിക്കുന്നതിനും അതിർത്തി രാജ്യവുമായുള്ള യുദ്ധസമയത്ത് സൈന്യങ്ങളെ ശരിയായ രീതിയിൽ വിന്യസിക്കുന്നതിനും ഈ പ്രവർത്തനം കൊണ്ട് അവർക്ക് മനസ്സിലാക്കും. ഇവർ ഇതിന് മുമ്പ് പിടിച്ചെടുത്ത മദ്രാസിലും ബോംബെയിലും ബംഗാളിലും എല്ലാം ഇതേപോലുള്ള സർവേകൾ അവർ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുമ്പ് പറഞ്ഞ മൈസൂർ പിടിച്ചെടുത്തു കഴിഞ്ഞ ഉടനെ ഇതേപോലുള്ളൊരു സർവേ നടത്താൻ കമ്പനി പ്ലാനിട്ടു. ആ സർവേ നടത്താനുള്ള ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത് വില്യം ലാംഡൺ എന്ന സാഹിബാണ്. ആരായിരുന്നു ഈ വില്യം ലാംഡൺ? അദ്ദേഹം 6 അടി ഉയരമുള്ള നീലക്കണ്ണുകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിലെ മേജർ റാങ്കിലുള്ള ഒരു ഓഫീസറായിരുന്നു. അതുകൂടാതെ ഒരു സർവേയറും കൂടാതെ ശാസ്ത്ര വിഷയങ്ങളിൽ അതീവ തൽപരനായ ഒരാളായിരുന്നു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ താല്പര്യം തനി വട്ടെന്നൊക്കെ നമുക്ക് തോന്നാം. ഇത് പറയാൻ കാരണം ഇദ്ദേഹം ഒരിക്കൽ സൂര്യഗ്രഹണ സമയത്ത് യാതൊരു കരുതലുമില്ലാതെ നേരിട്ട് സൂര്യനെ നോക്കി. അതോടുകൂടി അദ്ദേഹത്തിന്റെ വലത്തെ കണ്ണ് അങ്ങടിച്ചു പോയി. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ നായകൻ വില്യം ലാംഡൺ എന്ന ഈ സായിപ്പാണ്. അദ്ദേഹം സർവേ പ്രപ്പോസൽ ആദ്യം സമർപ്പിച്ചത് തന്റെ കമാൻഡിന്റെ തലവനായ ആർതർ വെല്ലസ്ലിക്കാണ്. അന്നേ വരെ നടത്തിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രപ്പോസലാണ് വില്യം ലാംഡൺ കൊണ്ടുവന്നത്. വില്യം ലാംഡൺ പ്രപ്പോസൽ ചെയ്തത് ജിയോഡറ്റിക് ട്രയാങ്കുലേഷൻ എന്ന ഒരു രീതിയായിരുന്നു. എന്താണ് ഈ ജിയോഡറ്റിക് ട്രയാങ്കുലേഷൻ? ഭൂമിയുടെ ആകൃതി കണക്കിലെടുത്ത് ത്രികോണമിതി ഉപയോഗിച്ച് സർവേ നടത്തുന്ന രീതിയാണ്. അതുവരെ നടത്തിയ എല്ലാ സർവേകളും ഭൂമിയെ ഒരു നിരപ്പായ പ്രതലമായി കണക്കാക്കിയെടുത്ത സർവേകളായിരുന്നു. എന്നാൽ നമ്മൾ താമസിക്കുന്ന ഭൂമി നിരപ്പാണോ? അല്ല. ഉരുണ്ടതാണോ? അല്ല. അതൊരു ദീർഘവൃത്താകൃതിയുള്ള ഗോളമാണ്. ഒബ്ലേറ്റ് സ്പിറോയിഡ്
എന്ന് പറയും. ഭൂമിയുടെ ധ്രുവങ്ങൾ പരന്നതും ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ വീർത്തു ഉരുണ്ടതുമാണ്. ഓരോ കിലോമീറ്ററിനും 8 സെന്റിമീറ്റർ എന്ന കണക്കിന് ഭൂമി ഉള്ളിലേക്ക് വളയുന്നുണ്ട്. അതനുസരിച്ച് 3-4 കിലോമീറ്റർ ആകുമ്പോൾ 1 കിലോമീറ്റർ വളവുണ്ടാകും. കാരണം ഡിസ്റ്റൻസിനനുസരിച്ച് കർവേച്ചർ വർഗീകരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് സർവേ നടത്തുന്ന അതേ രീതി വെച്ച് ഒരു വക്രതയുള്ള സ്ഥലത്ത് സർവേ നടത്താൻ സാധ്യമല്ല. നിരപ്പായി കിട്ടുന്ന അളവുകളെക്കാളും കുറവായിരിക്കും വക്രതയുള്ള സ്ഥലത്ത് ഇതേപോലുള്ള അതിവിസ്തൃതമായ ഒരു രാജ്യത്ത് സർവേ നടത്തും. അതിന്റെ വ്യത്യാസം വളരെ വലുതായി. അതുവരെ നടത്തിയ സർവേകൾ ഒന്നും ഭൂമിയുടെ ഈ വക്രത കണക്കിലെടുത്തിരുന്നില്ല. ഈ പുതിയ രീതിയിലുള്ള സർവേ ഇന്ത്യയുടെ മികച്ച മാപ്പ് തയ്യാറാക്കാൻ കഴിയുമെന്ന് ലാംഡൺ കണക്കാക്കി. 8 ഡിഗ്രി നോർത്ത് മുതൽ 37 ഡിഗ്രി നോർത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു സർവേ നടത്തിയാൽ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ചരിത്ര നേട്ടമാവുമെന്ന് നമ്മുടെ കഥാനായകനായ ലാംഡൺ കരുതി. ഈ സർവേക്ക് ഇതിനുള്ള ഒരു വിപുലമായ ഉപകരണ സാമഗ്രികൾ വേണ്ടിയിരുന്നു. ഒന്നാമതായി ലാംഡൺ സംഘടിപ്പിച്ചത് 1/2 ടൺ ഭാരമുള്ള തിയോഡലൈറ്റ് എന്ന ഉപകരണമാണ്. ഇതുപയോഗിച്ച് സ്ഥലത്തിന്റെ ആംഗിളുകൾ കൃത്യമായി കണ്ടെത്താം. അടുത്തതായി 250 കിലോ ഭാരമുള്ള സെനിത് സെക്ടർ എന്ന ഉപകരണം. അതനുസരിച്ച് ഒരു സ്ഥലത്തിന്റെ അക്ഷാംശം കണ്ടെത്താം. അതേപോലെ ക്രോണോമീറ്റർ ഉപയോഗിച്ച് അതിന്റെ രേഖാംശവും കണ്ടെത്താം. കാരണം അന്ന് ഒരു സ്ഥലത്തിന്റെ പൊസിഷൻ അറിയുന്നതിന് GPS പോലുള്ള മാർഗങ്ങളില്ലായിരുന്നു. ഈ ക്രോണോമീറ്റർ ഉപയോഗിച്ചായിരുന്നു രേഖാംശങ്ങളും എല്ലാം കണ്ടെത്തിയിരുന്നത്. പിന്നീട് വേണ്ടുന്നത് ഈ നീളം ഡിസ്റ്റൻസ് അളക്കാനുള്ള ചെയിനാണ്. ഇതിൽ ഏറ്റവും ഭാരമുള്ള തിയോഡലൈറ്റ് എന്ന ഉപകരണം ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മധ്യേ ഫ്രഞ്ചുകാർ തട്ടിയെടുത്ത് അത് മൗറീഷ്യസിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇത് ഒരു മഹത്തായ ഒരു സർവേക്ക് വേണ്ടിയാണെന്ന് ഫ്രഞ്ചുകാർ മനസ്സിലാക്കി അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ അനേകം തടസ്സങ്ങളും വെല്ലുവിളികളും നമ്മുടെ കഥാനായകൻ ലാംഡന് സർവേയിലുടനീളം നേരിടേണ്ടി വന്നു. ലാംഡനെയും അസിസ്റ്റന്റ്മാരെയും തിയോഡലൈറ്റ്, സെനിത് സെക്ടർ പോലുള്ള വലിയ ഭാരമുള്ള ഉപകരണങ്ങൾ ചുമക്കാൻ 4 ആനകൾ, സുരക്ഷയ്ക്കായും മറ്റും ആവശ്യങ്ങൾക്കുമായി 20ഓളം കുതിരകൾ, മറ്റ് സർവേ ഉപകരണങ്ങൾ, ടെൻ്റ് അടിക്കാനും ഭക്ഷണ സാധനങ്ങൾ മുതൽ ചുമക്കാനും 10-20 കാളവണ്ടികൾ എന്നിവയായിരുന്നു ആ ടീമിലന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ 1802 ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മുടെ മഹത്തായ ഈ സർവേ തുടങ്ങുന്നത്. മദ്രാസിലെ സെൻറ് തോമസ് മൗണ്ട്, ഇപ്പോൾ അതിന് പറങ്കിമലൈ എന്ന് പറയും, അവിടെ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള പെരുമ്പക്കം എന്ന സ്ഥലത്തേക്കാണ് ഒരു ബേസ് ലൈൻ ഉണ്ടാക്കിയത്. ഈ ബേസ് ലൈൻ ഉണ്ടാക്കിയിട്ട് വേണം തുടർന്നുള്ള സർവേകൾ നടത്താൻ. നമ്മുടെ ഈ ട്രിഗണോമെട്രിക് സർവേ അല്ലെങ്കിൽ തിയോഡലൈറ്റ് സർവേ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബേസ് ലൈൻ ഉണ്ടാക്കും. ആ ഒരു വശത്തിൻ്റെ 2 അറ്റത്തും തിയോഡലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ദൂരെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരു ലൈൻ ആദ്യം ഉണ്ടാക്കും. അതിന് ബേസ് ലൈൻ എന്ന് പറയും. ആ ബേസ് ലൈനിന് 2 അറ്റത്തും തിയോഡലൈറ്റ് വെച്ച് 2 ആംഗിളുകൾ കാണും. എന്നിട്ട് ഈ ബേസ് ലൈൻ ചെയിൻ ഉപയോഗിച്ച് അളക്കും. ഒരു ത്രികോണത്തിന്റെ 2 ആംഗിളുകളും ഒരു വശം കിട്ടിയാൽ ആ ത്രികോണത്തിന്റെ മറ്റ് വശങ്ങളുടെ നീളങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് അറിയാം. നമ്മുടെ സർവേയിലേക്ക് തിരിച്ചു വരാം. ലാംഡൻ ഈ ആനകളെയും മുമ്പ് പറഞ്ഞ ആനകളെയും കുതിരകളെയും കാളകളെയും ഒക്കെ തെളിച്ചുകൊണ്ട് മദ്രാസിൽ നിന്നും മംഗലാപുരം വരെ. പക്ഷെ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലായി. ഇന്നുവരെ സർവേകൾ എല്ലാം മദ്രാസിൽ മുതൽ മംഗലാപുരം വരെ ഉള്ള ദൂരം എന്ന് പറയുന്നത് 644 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ ലാംഡന്റെ പുതിയ ജിയോഡറ്റിക്സ് സർവേ വഴി തെളിഞ്ഞത് വെറും 580 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ്. ഏതാണ്ട് ഒരു 64 കിലോമീറ്റർ വ്യത്യാസം ലാംഡന്റെ സർവേയിൽ കണ്ടെത്തി. 1806 ലാംഡനും കൂട്ടരും 8 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലുള്ള കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സർവേ ടീം എത്തി. ഇതുവരെയുള്ള ഇവരുടെ യാത്രയിൽ അനേകം വെല്ലുവിളികൾ നടന്നു. ഇന്ത്യയുടെ മൺസൂൺ സീസണിൽ പല പ്രാവശ്യം സർവേ നിർത്തിവെക്കേണ്ടി വന്നു. അതേപോലെ കടുത്ത ചൂടിലും സർവേ നിർത്തിക്കൊണ്ടുപോകും.
കാട്ടിലൂടെയുള്ള യാത്രയിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചു. കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായി. പല പ്രദേശങ്ങളിലും സർവേ നടത്തുന്നതിന് അവിടുത്തെ ഭരണാധികാരികളുടെ എതിർപ്പുണ്ടായി. തിരുവിതാംകൂറിൽ എത്തിയപ്പോൾ ശത്രുക്കളാണെന്ന് കരുതി ലാംഡനെയും കൂട്ടരെയും ചിലർ ആക്രമിച്ചു. ഇതിലെല്ലാം ഉപരിയായിട്ട് പല രോഗങ്ങൾ പിടിപെട്ടു. മലേറിയ പോലുള്ള രോഗങ്ങൾ പിടിപെട്ടു. ലാംഡൻ തന്നെ പല പ്രാവശ്യം സർവേ നിർത്തിവെച്ചു. ഇതെല്ലാം തരണം ചെയ്താണ് ഈ സർവേ ടീം തഞ്ചാവൂരിലെത്തിയത്. തഞ്ചാവൂരിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, സർവേക്കുള്ള തിയോഡലൈറ്റ് എന്ന ഉപകരണം സാധാരണ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ദൂരക്കാഴ്ച തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ഗോപുരം ഏകദേശം 65 അടി ഉയരത്തിലാണ്. ആ ഗോപുരത്തിൻ്റെ മുകളിൽ തിയോഡലൈറ്റ് ഫിറ്റ് ചെയ്തു. അവിടെ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള നാഗപട്ടണത്തുള്ള നാഗോർ എന്ന സ്ഥലത്തേക്ക് ഒരു ബേസ് ലൈൻ ഉണ്ടാക്കാൻ ലാംഡനും കൂട്ടരും തീരുമാനിച്ചു. അതനുസരിച്ച് 1/2 ടൺ ഭാരമുള്ള തിയോഡലൈറ്റ് വലിയ കയർ കൊണ്ട് കെട്ടി കപ്പികൾ ഉപയോഗിച്ച് മുകളിലെത്തിച്ചു. പക്ഷേ മുകളിലേക്ക് കയറുന്നതിനിടയ്ക്ക് അത് കയറിൽ നിന്നും സ്ലിപ്പായി താഴേക്ക് പതിച്ചു. ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന കൂട്ടത്തിൽ ഗോപുരത്തിലെ ചുറ്റുമുള്ള ഒരു പ്രതിമയും തകർത്തുകൊണ്ടാണ് താഴേക്ക് പതിച്ചത്. ലാംഡൻ ആ തകർന്ന ഭാഗങ്ങളെല്ലാം റിപ്പയർ ചെയ്തു. എന്നാൽ പകരം സ്ഥാപിച്ച പ്രതിമയ്ക്ക് ലാംഡന്റെ അതേ രൂപമാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ തിയോഡലൈറ്റ് എന്ന ഉപകരണം തകർന്നു. അദ്ദേഹം ഉപകരണത്തെ ബാംഗ്ലൂരിലെത്തി അവിടെ ഒരു ടെൻ്റ് അടിച്ച് തൻ്റെ അസിസ്റ്റന്മാരെയും അടിച്ച് ബാക്കി ആരെയും കയറ്റിവിടാതെ തിയോഡലൈറ്റ് റിപ്പയർ ചെയ്തിട്ടാണ് തുടർന്നുള്ള സർവേകൾ നടത്തിയത്. 1823 ജനുവരി 20-ാം തീയതി ലാംഡനും കൂട്ടരും ഹൈദരാബാദിൽ നാഗ്പൂരിലേക്കുള്ള ഒരു യാത്രയിലാണ്. നാഗ്പൂർ എത്തുന്നതിന് മുമ്പ് ഇന്ദ ഹട്ട് എന്നൊരു സ്ഥലം, അവിടെ നിന്ന് നാഗ്പൂരിലേക്ക് 80 കിലോമീറ്റർ. എന്നാൽ വെളുപ്പിന് വളരെ വൈകിട്ടും എഴുന്നേറ്റായിരുന്ന അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ വിളിച്ചുണർന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ലായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 67 വയസ്സ് പ്രായം കാണും. ഈ ലാംഡന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ജോർജ് എവറസ്റ്റ് സർവേയർ ജനറലായി ചാർജ് എടുക്കുന്നത്. എവറസ്റ്റ് ലാംഡന്റെ അസിസ്റ്റന്റ് ആയിരുന്നിട്ട് തെലങ്കാനയിൽ നടത്തിയ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ആ ചെറിയ സംഭവത്തിൽ നിന്നും തന്നെ ലാംഡന്റെ ഈ എവറസ്റ്റിൻ്റെയും സർവേകൾ എത്രത്തോളം പ്രയാസമേറിയതായി നമുക്ക് മനസ്സിലാക്കാം. സർവേ ചരിത്രത്തിലെ ലാംഡൻ സംഭാവനകൾ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയും. ഭൂമിയുടെ യഥാർത്ഥ ആകൃതി പൂർണ്ണമായി ഉരുണ്ടതല്ല, ഒരു മുന്തിരിങ്ങയുടെ ആകൃതി പോലെയാണ് അദ്ദേഹം മനസ്സിലാക്കി. ഭൂമിയുടെ വക്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും 1/310 എന്ന തോതിൽ ധ്രുവപ്രദേശത്തേക്ക് കുറയുന്നു അദ്ദേഹം സർവേയിലൂടെ തെളിയിച്ചു. അതേപോലെ ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ എന്ന് വിളിക്കപ്പെടുന്ന ഈ സർവേ ലാംഡനും കൂട്ടരും ഇവിടെ കാശ്മീർ മുതൽ ഹിമാചൽ പ്രദേശിലെ ബനോഗ് വരെയുള്ള 2400 കിലോമീറ്റർ ദൂരം, ഇത് ഏകദേശം 13 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരെ ഈ സർവേ 5 കൊല്ലം കൊണ്ട് തീരുമെന്ന ബ്രിട്ടീഷുകാർ കരുതി. എന്നാൽ അത് 70 കൊല്ലത്തോളം എടുത്തു. സർവേക്ക് വേണ്ടി അന്നത്തെ 2.5 ലക്ഷം ബ്രിട്ടീഷ് പൗണ്ട്, അതായത് ഇന്നത്തെ ഏകദേശം 350 കോടി രൂപ ചെലവായതായി പറയപ്പെടുന്നു. അതേപോലെ ഈ സർവേയിൽ അനേകം മനുഷ്യജീവനും നഷ്ടപ്പെട്ടു. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് ഈ സർവേയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി. അതിനു മുമ്പ് തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതമാണ് കരുതപ്പെട്ടിരുന്നത്. അതുകൂടാതെ എവറസ്റ്റ് ഡാറ്റം എന്ന മാപ്പിംഗ് റഫറൻസ് സിസ്റ്റം കൊണ്ടുവന്നത് ലാംഡന്റെ സർവേയുടെ തുടർച്ചയാണ്. നമ്മുടെ ഇപ്പോഴുള്ള WGS 84 എന്ന ഒരു മാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് എവറസ്റ്റ് ഡാറ്റം എന്ന ഒരു മാപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിന് മാപ്പുകൾ തയ്യാറാക്കിയത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ സർവേയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലോകത്ത് അത്തരം ഒരു സർവേ അന്നു വരെ നടത്തിയിട്ടില്ല. അനേകം ആനകളും ഒട്ടകങ്ങളും കാളകളെയും തെളിച്ചുകൊണ്ട് കുറേ മനുഷ്യർ ഇന്ത്യയുടെ കടുത്ത ചൂടും മഴയും വെള്ളപ്പൊക്കവും അതിജീവിച്ച് പർവ്വതങ്ങളും നദികളും കടന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ ഒരു ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു യാത്ര നടന്നു. അത് ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റും. അതാണ് GTS, അതായത് ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ എന്ന് വിളിക്കപ്പെടുന്ന ഈ സർവേ ലോക ചരിത്രത്തിലെ ഒരു മഹാസംഭവം ആയി മാറുന്നു.